ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിനു തന്ന പണത്തിയല്ലേ അമ്മ ഇത്? ഞാൻ അവരുടെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് അവര് മറക്കില്ല. ആശുപത്രിയിൽ വെച്ച് ജീവനെടുക്കാൻ ശ്രമിച്ച കാര്യം അവർക്ക് ഓർമ്മ കാണും. അപ്പോ ആ നാവൊന്നും ചലിപ്പിക്കാൻ കഴിഞ്ഞാ ഞാൻ പിടിക്കപ്പെടും. വന്ദന വർഷ താലി കെട്ടുന്നതിന് മുമ്പ് തന്നെ എന്നിലെ ക്രിമിനലിനെ കണ്ടെത്തിയോളാ വന്ദന. വന്ദനയുടെ ഭർത്താവായ ജഗനും ഞാനൊരു നോട്ടപ്പുള്ളിയാ. വർഷയുടെ ഭർത്താവ് എന്ന പരിഗണനയിൽ അവരിപ്പെന്നെ വെറുതെ വിട്ടിരിക്കുക. ഇപ്പോ വർഷയും കൂടി ഇല്ലാതായതോടെ ഞാൻ അവർക്ക് തീർത്തും അന്യനാണ്. ആ സ്ഥിതിക്ക് എന്നെ കൊടുക്കാൻ വേണ്ടതൊക്കെ അവർ ചെയ്തിരിക്കും. സൂക്ഷിക്കണം. എനിക്കെതിരെ ശക്തമായ തെളിവുകളായി കിടക്കുന്ന ആ കിളവിയെ വേണം സൂക്ഷിക്കാൻ. ആര് വരുന്നു ആര് പോകുന്നു എന്നൊക്കെ എനിക്കറിയണം. ആരും അറിയാതെ ആ പടുക്കിളവിയെ നിരീക്ഷിക്കാൻ അവരുടെ മുറിയിൽ ഒരു രഹസ്യ ക്യാമറ വയ്ക്കണം. വർഷയുടെ ഭർത്താവ് എന്ന നിലയിൽ മാധവ് നായരുടെ വീട്ടിൽ തങ്ങാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും എനിക്കുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന്റെ മറവില് ക്യാമറ സ്ഥാപിക്കണം. ചേച്ചി എന്തിനാ പതുങ്ങി പതുങ്ങി അച്ഛന്റെ മുറിയിലേക്ക് പോകുന്നത്? എന്തോ അടിച്ചു മാറ്റാനുള്ള പരിപാടിയാ. എന്തായിരിക്കും? എന്തായാലും നോക്കാം. വസന്ത പമ്മി പമ്മി അച്ഛൻ്റെ മുറിയിലേക്കാണല്ലോ പുറപ്പാട്. മുഖത്ത് പുന്നല്ല് കണ്ട പെരിച്ചായുടെ ലക്ഷണവുമുണ്ട്. വിലപ്പെട്ട മുതലെന്തോ തട്ടിയെടുക്കാനുള്ള പോക്ക. പുറകിലും മനോജുണ്ട്. അങ്ങനെ വിട്ടൂടല്ലോ. അയ്യോ അമ്മ, ഐഡിയ. അമ്മേ, അച്ഛമ്മ കിടപ്പിലായി. വർഷമോളും പോയി. കരഞ്ഞു കരഞ്ഞു തളർന്ന മക്കളെയും മരുമക്കളെയൊക്കെ ആശ്വസിപ്പിക്കേണ്ടത് അമ്മയല്ലേ? ആ അമ്മ തന്നെ ഇങ്ങനെ വിഷമിച്ചോണ്ടിരുന്ന എങ്ങനെ ശരിയാവും? എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അയ്യോ അമ്മേ, ഞാൻ പരാതി പറയാനൊന്നും വന്നതല്ല. പറയാനാണെങ്കിൽ പരാതി മാത്രമേ ഉള്ളൂ.
പക്ഷെ ഈ അവസരത്തില് പരാതി പറഞ്ഞ് നിങ്ങളെയൊക്കെ ശല്യപ്പെടുത്തുന്നത് മര്യാദയല്ലല്ലോ. ആ ഭാഗത്ത് ചോക്ക് എനിക്കുണ്ടമ്മേ. എനിക്ക് യാതൊരു പരാതിയില്ല. സന്തോഷം. മൂത്ത മോളെ പരാതിയൊന്നും കൂടാതെ ഒരു നേരെങ്കിലും കാണാൻ പറ്റിയല്ലോ. മഹാഭാഗ്യം. എന്നാലും വിനോദയാത്ര പോയപ്പോ അച്ഛൻ അമ്മയുടെ കഴുത്തിൽ 2ാം തവണയും താലി കെട്ടിയെന്നറിഞ്ഞു. ആ ചടങ്ങ് കാണാൻ എനിക്ക് മാത്രം ഭാഗ്യം ഉണ്ടായില്ലമ്മേ. അച്ഛൻ വെച്ച് ഈ താലി അമ്മയുടെ കഴുത്തിൽ കെട്ടിമുറുക്കേണ്ടത് മൂത്ത മോളായ ഞാനല്ലായിരുന്നു അമ്മേ. പരാതി അല്ല അമ്മേ, എന്റെ ചങ്ക് പൊട്ടിപ്പോകുന്ന സങ്കടം കൊണ്ട് പറഞ്ഞതാ ഞാൻ. എന്തിനാ അമ്മ എന്നെ മാത്രം ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത്? എന്നെ തവണ കൊടുത്ത് വാങ്ങിച്ചതാണോ? എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് നിന്റെ അച്ഛനും തീരെ ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു അത്. മക്കളുടെയും മരുമക്കളുടെയും നിർബന്ധത്തിന് വഴങ്ങിയ ഞങ്ങൾ അതിന് തയ്യാറായത്. അത് വർഷമോളുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നടി. താലികെട്ട് നടന്ന് വൈകുന്നേരം കേക്ക് മുറിക്കുന്നത് വരെ കാത്തിരിക്കാൻ എന്റെ കുഞ്ഞിന് ക്ഷമയുണ്ടായിരുന്നില്ല. അതിനു മുമ്പ് അവള് നമ്മളെ വിട്ട് പോയി കളഞ്ഞില്ലേ. അമ്മ കരയാതെ, എല്ലാം വിധിയാ. അല്ല, അമ്മ എന്തിനാ ഈ ഉടുത്ത സാരി ഇങ്ങനെ മാറാതിരിക്കുന്നേ? അമ്മ സാരി മാറ്റിയേ. അമ്മക്ക് ഈ സാരി ഒട്ടും ചേരത്തില്ല. വേണ്ട, സാരിയൊന്നും മാറ്റണ്ട. മാറ്റണം. അമ്മ അതിനുള്ള അവകാശം പോലും എനിക്കില്ലേ അമ്മേ? ആ വിനു തന്ന പണത്തിയല്ലേ അമ്മ ഇത്? അതെ, അതെടുക്കരുത്. അതവിടെ വെച്ചേക്ക്. അതിന് ഞാനത് തട്ടിയെടുക്കാനൊന്നും വന്നില്ലല്ലോ. ഒന്ന് എണ്ണി നോക്കിട്ട് തിരിച്ച് അവിടെ തന്നെ വെച്ചേക്കാം. ഓ, എനിക്കങ്ങനെ വേണ്ടേ ആരുടെയും പണമൊന്നും. എന്തുവാടാ പതുങ്ങി പതുങ്ങി വരുന്ന കണ്ടപ്പോഴേ നിന്റെ ദുരുദ്ദേശം എനിക്ക് മനസ്സിലായി. എന്താ? പണമേ ഞാൻ എണ്ണിക്കോളാം. എടാ, ചേച്ചി എണ്ണിയെ തെറ്റും. വിടടാ അങ്ങോട്ട്. എടി, അമ്മേ, എടി, എടി, മര്യാദക്കേ ചേച്ചി പണം തന്നിട്ട് പോയാ മതി. എന്റെ കയ്യിൽ നിന്ന് വിടടാ അങ്ങോട്ട്. അമ്മേ, മനോജെ, മനോജെ, വസന്തേ, തെമ്മാടിത്തരം കാണിക്കരുത്. പണം വെച്ചിട്ട് രണ്ടാളെ ഇറങ്ങി പൊയ്ക്കോ. പണം ഞാൻ മാനത്തെ കൊട്ടാരം